ഇന്ന് ലഡു സിംഗ് സാറിന് എന്തു പറ്റി? നമ്മളെ കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, എനിക്ക് സംശയം തോന്നി. ചിലപ്പോ ജോലി തിരക്ക് കാരണം കണ്ടു കാണില്ല. എന്തുപറ്റി ലഡു സിംഗ് സാറേ? എന്താ ഉണ്ടായത്? ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ തോക്കൊണ്ട് ഞാൻ വെടിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കും. ഇനി ഒരു അക്ഷരം മിണ്ടാതെ മരയ്ക്കുന്നതിന്റെ പേഴ്സും കൊണ്ട് തന്നെ വേഗെടുക്ക്. Hands up! ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇപ്പോൾ നഗരത്തിൽ പോലീസുകാർ തുടങ്ങിയിരിക്കുന്നു പകൽ കൊള്ള. അതും ഇൻസ്പെക്ടർ ലഡു സിംഗ് ആണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ചിട്ടാണ് ലഡു സിംഗ് പണം മോഷ്ടിക്കുന്നത്. നേരിട്ട് കാണൂ. ഒരു മനുഷ്യൻ വളരെ ദൂരത്ത് നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാണൂ. ഇത് ശരിക്കും കലിയുഗം തന്നെ. ഇപ്പൊ ഈ ലഡു സിംഗ് ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അതായത് ഞാൻ സദ്യുഗരാഗം ആരംഭിക്കാം. അതോടുകൂടി കലിയുഗം പമ്പ കിടക്കും. നിർത്താമോ നിങ്ങളുടെ ഈ പാട്ട്? കേട്ട് കേട്ട് എന്റെ ചെവിക്കല്ല് പോവാറായി. എന്തുവാ മനുഷ്യ ഇത്? ലഡു സിംഗ് സർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. പോണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഇത് കണ്ടോ പേടാറാം? ഇവിടുത്തെ ജനങ്ങളൊക്കെ എന്നെ കണ്ട് പേടിക്കുന്നത്. ഇനി എന്റെ പരിധിയിൽ എവിടെയും ഒരു മോഷണവും നടക്കില്ല. കൊള്ളടിക്കാനും പറ്റില്ല. ആരെയും പറ്റിക്കാനും കഴിയില്ല. എന്തേ? സാറേ, ഇത് ശരിക്കും അത്ഭുതം തന്നെ. സാറിനെ കാണുമ്പോ ശരിക്കും ജനങ്ങൾക്ക് പേടി തോന്നുന്നു. ഇത് പേടിയൊന്നല്ല പേടാറാം സർ. ന്യൂസ് കേട്ട് എങ്ങനെയൊക്കെ ചെയ്തത്. അതായത് ഇന്ന് ടിവിയില് ന്യൂസ് പറഞ്ഞു ലഡു സിംഗ് സർ ജനങ്ങളെ പേടിപ്പിച്ച് കൊള്ളയടിക്കുന്നു എന്ന്. ആ കാരണം കൊണ്ട് ലഡു സിംഗ് സാറിനെ കണ്ടതും ജനങ്ങൾ ഇങ്ങനെ ഓടുന്നത്. എന്ത്? ഞാൻ ജനങ്ങളെ കൊള്ളടിക്കുന്നു? ഈ ഞാനോ ഇൻസ്പെക്ടർ ലഡു സിംഗോ ജനങ്ങളെ കൊള്ളടിക്കുന്നു? ഐ ശിവ, നീ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ പേടാറാമിനോടൊപ്പം ഈ മാർക്കറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എനിക്കിപ്പോ ആകെ കുഴപ്പമായത് ലഡു സിംഗ് സാറേ. കണ്ടില്ലേ, ആ ഇൻസ്പെക്ടറാണ് എന്റെ അടുത്ത് കാശൊക്കെ അടിച്ചു മാറ്റിയത്. അതെ അതെ, എന്റെ വടവ് മോഷ്ടിച്ചത് ഇയാളാ. പേടാറാം, ഇതിപ്പോ ഒരു വലിയ പൊല്ലാപ്പായല്ലോ. അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങള് വേറെ ആരെയോ കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലഡു സിംഗ് ഒരു സിൻസിയർ ഓഫീസറാണ്. എന്നെ വിട്ടേരെ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റും, അല്ലെങ്കിൽ ലഡു സിംഗ് സാറിനെ സംശയിച്ച് അവര് പപ്പടാക്കി കളയും. അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. എടോ വഴിമാറ്, വഴിമാറാൻ. എന്റെ അമ്മോ, ഇത് ഏതുവരെ പോകും? ഇതിലാരെങ്കിലും ഒന്ന് തടയലേ? എത്രയും പെട്ടെന്ന് ചാടാൻ നോക്ക്. ഓക്കേ.
ലഡു സിംഗ് സർ, വേഗം ഇതിൽ പിടിച്ച് എത്രയും പെട്ടെന്ന് മുകളിൽ കയറാൻ നോക്ക്. അതെ, മുങ്ങുന്നവന് വൈക്കോൽ നീട്ടിട്ട് കാര്യമില്ല, ഓടുന്നവന് കയറ് നീട്ടിയിരിക്കുന്നു. താങ്ക് യു ശിവ. കണ്ടോ വേദ നഗരം ഇപ്പോൾ എങ്ങനെയായെന്ന്? പോലീസുകാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരോട് പോയാണ് പരാതികളൊക്കെ പറയുക? ഹലോ ചേട്ടാ, ചേട്ടൻ ഇൻസ്പെക്ടർ ലഡു സിംഗ് പറ്റിച്ചോ? ഒന്ന് പറയൂ. അതെ, എന്നെ പറ്റിച്ചു. എന്റെ അടുത്തൊന്നും മോഷ്ടിച്ചോ? ഇനി ഞാനും മോഷ്ടിക്കാം. എല്ലാവരും കയ്യിലുള്ള പണം എനിക്ക് തരിക. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ ഓരോന്നിനെയും ചുട്ടരിക്കും ഞാൻ, കേട്ടല്ലോ? ഇയാളും കള്ളനാണോ? ഇപ്പൊ ഈ നഗരത്തെ നമ്മൾ ആരെയാ വിശ്വസിക്കുക? ഇതാ ഞങ്ങളുടെ പേര്. ഇനി ഞാൻ പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കണം. എല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നിൽക്ക്. വേഗം ആവട്ടെ, സമയങ്ങളല്ലേ. ശിവ, ഇത് ശരിക്കും അവന്റെ പണി തന്നെ ആയിരിക്കും. ഞാൻ വേഗം ചെന്ന് അയാളെ പിടിക്കട്ടെ. ശരി, ഈ ആൾക്കാരുടെ ഒരു ഇന്റർവ്യൂ എടുത്തേക്കാം. ഹലോ എവരിബഡി. നോക്കൂ, ഇയാളുടെ കയ്യില് ഗണ്ണില്ല. വേഗം ചെല്ലു, പിടിക്കയാളെ. ആ കള്ളനെ വിടരുത്. അടിക്കൂ, ആ മോഷ്ടാവിനെ അടിക്കൂ. വിടരുത്, കള്ളൻ, കള്ളൻ, വേഗം വിടരുത്, കള്ളൻ, അടിക്കൂ. തല്ലല്ലേ, ഇയാളാണ് ഒറിജിനല്. നിങ്ങളുടെ പണം കൊള്ളയടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടവനുണ്ടല്ലോ, അവനാണ് ഡ്യൂപ്ലിക്കേറ്റ്. വേണ്ട, എനിക്കുള്ള തല്ല് ഞാൻ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ഇന്നെ തല്ലല്ലേ. സാറേ, എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കുറിച്ച് ആലോചിച്ചാൽ മതി. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. കുട്ടി, എന്റെ വഴിന്ന് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. പിന്നെ കുട്ടിയെ കുട്ടി എന്നല്ലാതെ ചട്ടിന്ന് ആരെങ്കിലും വിളിക്കുവോ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ജനങ്ങളെല്ലാം കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇറങ്ങണം ഇവിടുന്ന്. ശിവ, മോഷണവും കള്ളത്തരവും ഒക്കെ ഒരു അജ്ഞാതനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അയാൾ ആരുടെ വേഷവും ധരിച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അവൻ ഭയങ്കര കൗശലക്കാരനാണ്. അയാൾ എത്ര കൗശലക്കാരനായാലും ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അയാളെ തീർച്ചയായും പിടിച്ചിരിക്കും. ഇനി ഈ ചെറുക്കനൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. അവൻ എന്നെ എന്തുമാത്രം തല്ലിയെന്നറിയോ തനിക്ക്? റാണ സർ, നഗരത്തിലെ മുക്കും മൂലകളിലും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ എത്തിയിരിക്കണം. അതുമല്ലാതെ എവിടെയെങ്കിലും മോഷണമോ പിടിച്ചുപറിയോ നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം. ഞാനും ലഡു സിംഗ് സാറും പെട്ടെന്ന് തന്നെ അവിടെ എത്തി അവരെ പിടിച്ചിരിക്കും. എന്താ ലഡു സിംഗ് സാറേ? അതെ 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 അതെ, അവൻ കാരണം എനിക്കും ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കും അവനോട് കണക്കുകളൊക്കെ തീർക്കണ്ടേ? ശിവ, 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 ഞാൻ കൊള്ളയടിക്കപ്പെട്ടു.
എന്ത് കൊള്ളയടിക്കപ്പെട്ടെന്നോ? എങ്ങനെയാ മുത്തശ്ശ? അവിടെ ഒരുത്തൻ എന്റെ ഗെറ്റപ്പ് ഇട്ടിട്ട് മാർക്കറ്റിൽ മുഴുവൻ കറങ്ങി നടക്കുക. അവൻ ആദ്യം എന്നെ തന്നെയാ കൊള്ളയടിച്ചത്. മറ്റുള്ളവരെയും അവൻ കൊള്ളയടിക്കും. എന്റെ പേര് നാശമാകുമല്ലോ. വാ